നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2026 മെയ് മാസത്തിലെ അവസാന രണ്ടാഴ്ചത്തെ പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കാലയളവ് വളരെ ഗുണകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. മനസ്സിന് സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും വന്നെത്തുന്ന ഒരു സമയമാണിത്. കടലിലെ തിരമാലകൾ അടങ്ങാൻ നാം കാത്തു നിൽക്കാറില്ല. അതുപോലെ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളെ അവഗണിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ഈ സമയം നിങ്ങൾ പഠിക്കണം. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി നിലനിന്നിരുന്ന വിഷമതകൾക്ക് ഒരു പരിധിവരെ ശമനമുണ്ടാകും. ഒരു വാതിൽ അടയുമ്പോൾ ദൈവം മറ്റൊരു വലിയ വാതിൽ നമുക്കായി തുറന്നിട്ടുണ്ടാകും. ആ വിശ്വാസത്തോടെ പ്രയത്നിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. ഭക്ഷണക്രമത്തിൽ മിതത്വം പാലിക്കുക. ഇരുളടഞ്ഞ രാത്രിക്കു ശേഷമേ സൂര്യപ്രകാശം ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഉടനറുതിയാകും. പ്രണയിക്കുന്നവർക്കും വിവാഹം കാത്തിരിക്കുന്നവർക്കും മംഗളകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദേശയാത്രയ്ക്കു ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. ഈ മാസത്തെ ദോഷപരിഹാരമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാട് നടത്തുന്നതും ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.